വേങ്ങര കോയപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെട്ട കേരളം നെഞ്ചേറ്റിയ മഹാ സൂഫി വര്യൻ. കുഞ്ഞയമ്മു എന്ന പേരിലാണ് മഹാനവറുകൾ അറിയപ്പെട്ടിരുന്നത്. മഹാൻ സ്വന്തം ശരീരത്തെയും ആഗതരെയും കോയാക്ക എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത്. അങ്ങനെ മഹാൻ ജനങ്ങൾക്കിടയിൽ കോയാക്കയായി, പിന്നീട് കോയപ്പാപ്പയുമായി. ആദ്യകാലങ്ങളിലെല്ലാം മഹാനവറുകളുടെ പ്രവർത്തന ശൈലി കണ്ട് അദ്ദേഹത്തെ ഭ്രാന്തൻ കുഞ്ഞയമ്മു എന്നു പോലും വിളിച്ചിരുന്നുവത്രേ. അനന്തരം അവരൊക്കെ സത്യം ഗ്രഹിച്ച് മടങ്ങുകയുണ്ടായി. ചില അല്പജ്ഞാനികൾ ഇന്നു മഹാനെ ഇകഴ്ത്തുന്നത് കാണുമ്പോൾ വേദന തോന്നുന്നു. തങ്ങൾക്ക് മതിപ്പില്ലെങ്കിൽ അംഗീകരിക്കേണ്ടതില്ലല്ലോ, വെറുതെ എന്തിന് കുറ്റം പറയണം. മാത്രവുമല്ല, മഹാനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പണ്ഡിതന്മാർ വേങ്ങര കോയപ്പാപ്പയെ അത്യധികം ആദരവോടെയാണ് കണ്ടിരുന്നത്. അപ്പൊ ഇതാണ് സത്യം. ഇയാളെ യഥാർത്ഥ പേര് കുഞ്ഞായ്മൂ എന്നായിരുന്നു. ആൾക്കാർ ഇയാളെ കാട്ടിക്കൂട്ടലും നടത്തും ചേലും കോലൊക്കെ കണ്ടപ്പോ പിരാന്തം കുഞ്ഞായ്മൂ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഒരു ഭ്രാന്തന് വേണ്ട എല്ലാ പെരുമാറ്റങ്ങളും സ്വഭാവവിശേഷങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ അന്നൊക്കെ പിരാന്തം കുഞ്ഞായ്മൂ എന്ന് വിളിച്ചിരുന്ന ആൾക്കാര് പിന്നെ കേതിച്ചു മടങ്ങിയെന്നായി പറയണത്. ആരൊക്കെയാണ് കേതിച്ചു മടങ്ങിയെന്ന് നമുക്കറിയില്ല. ഇന്നും ഈ കോയപ്പാപ്പാടെ കൂടെ ജീവിച്ചിരുന്ന ആളുകൾ ഇന്നുകൊണ്ട് മരിച്ചിട്ടില്ല. ഇയാൾ മരിച്ചിട്ട് അടുത്ത കാലത്താണ് മരിച്ചത്. ഇന്നും ഈ പരിസരത്തുള്ള ആളുകളോട് ഇയാളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പിരാന്തം കാക്കയായിരുന്നു എന്ന് പറയാ. ഈ സമസ്തക്കാരാണ് അയാളെ വലിയാക്കിയതും താജുൽ ഔലിയാക്കിയതും ഇരിക്കട്ടെ. അപ്പൊ പിരാന്തം കുഞ്ഞായ്മൂ എങ്ങനെയാണ് കോയപ്പാപ്പായത്? ഇയാൾ ജീവിച്ചിരുന്ന കാലത്ത് ആരെ കണ്ടാലും കോയാന്നാ വിളിച്ചിരുന്നത്. ആരെയും കണ്ടു കഴിഞ്ഞാൽ കോയ ഒരു ഉറുപ്പ്യ അടിക്കുക, കോയ ഒരു 50 പൈസ അടിക്കുക, കോയ ഒരു ചായ എടുക്കാൻ 2 ഉറുപ്പ്യ അടിക്കുക. എല്ലാവരും കണ്ടാലും കോയാന്ന് വിളിക്കും. അങ്ങനെ ഇയാൾ കോയപ്പാപ്പായതാണ്. എന്നിട്ട് ഈ വ്ളോഗ് ചെയ്ത ഖുറാഫി ചോദിക്കുകയാണ്, എന്ത് മതിപ്പില്ലെങ്കിൽ അംഗീകരിക്കേണ്ടതില്ല, വെറുതെ എന്തിന് കുറ്റം പറയുന്നു എന്നാ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ തന്നെ പല ഖുറാഫികളും വിളിച്ച് ചോദിക്കലുണ്ട്, മടവൂർ മരിച്ചു പോയില്ലേ, എന്തിനാണ് ഈ മരിച്ചുപോയ ആൾക്കാരെ കുറ്റം പറയുന്നത്? അല്ല ഇന്ന ആൾ മരിച്ചു പോയില്ലേ, എന്തിനാ അവരെ കുറ്റം പറയുന്നത്? അയാൾ മാനസിക രോഗിയായി മരിച്ചു പോയതല്ലേ? ഈ കേരള മണ്ണില് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ മാനസിക രോഗം വന്നിട്ട് മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ അവരൊന്നും കുറ്റം പറയാറില്ലല്ലോ. എന്താണ് ഇവരെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം? ഈ മാനസിക രോഗികളായി ദീനുമായി യാതൊരു ബന്ധവുമില്ലാതെ നടന്നിരുന്ന ആളുകളെ പിടിച്ച് വലിയും കുത്തുബും അക്താബും അബ്ദാലും കുത്തുബുൽ അക്താബും മുദബ്ബറുല്ലാലമും കുത്തുബുല്ലാലും ഒക്കെ ആക്കി മാറ്റി ഇവർ അള്ളാന്റെ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്, അള്ളാഹു ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് പുരോഹിത വർഗം ഇവരെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയിരുത്തുമ്പോൾ ആരായിരുന്നു ഇവരെന്ന് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടി വരും. ഇവർ പക്കാ മാനസിക രോഗികളായിരുന്നു, തലക്ക് വെളിവില്ലാതിരുന്ന ആളുകളായിരുന്നു. അത് കുറ്റം പറയല്ല, അത് വസ്തുത പറയാണ്. മനസ്സിലാക്കി വെച്ചോ ഖുറാഫി.